ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു. സാർ, ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. അതുവരെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. സങ്കല്പിച്ച് എന്നെ ഏത് മലയിലേക്ക് അയച്ചാലും എനിക്ക് കാണേണ്ട ഒരു കുന്ന് കയറി എന്റെ നടയിൽ അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്, ഞാൻ തന്നെ കാണാൻ. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒന്നും മറക്കാൻ പറ്റുന്നത്. അതില് അല്ലേ നമ്മളതിന്റെ എന്റെ പെണ്ണുങ്ങൾ ലേബർ റൂമിൽ കിടക്കുമ്പോ വരെ ഞാൻ ഇത്ര ടെൻഷനായില്ല. രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി November 8, 2024 ഒരു ഉത്തരവിട്ടിരുന്നു. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവര് പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീഡിയോ ഹാജരാക്കിയപ്പോ കോടതി അത് ബോധ്യമായി. ഇവിടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ മറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. കൊടുത്ത കൊല്ലത്തും കിട്ടും. I love you.